ഹിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പോണത് പാലക്കാട് മേഴ്സി കോളേജിൻ്റെ അടുത്ത് സുബിക്സ് പാർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ചായ ലാബ് പറഞ്ഞൊരു ഷോപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 4-5 ദിവസമായിട്ടുണ്ട്. അവിടേക്കാണ് ഞാനും ഷിജുക്കുട്ടനും പോണത്. ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ സ്ഥിരമായി കഴിക്കുന്ന ഒരു ഷോപ്പുണ്ട്. ആദ്യം നമ്മൾക്ക് അവിടേക്ക് പോവുക. അപ്പോൾ ഷിജുക്കുട്ടൻ അവിടെ പോയി എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. ഷിജുവിടെ ഇടയ്ക്ക് വരാറുണ്ട് അല്ലേ? നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണ്. ഷിജു മാമാടെ ഇന്റിമേറ്റ് ആണല്ലോ. സന്തോഷം. അവിടെ വന്ന സീലും ഉണ്ടല്ലോ എനിക്ക്. മാമ എപ്പോഴും പറയും ഇവിടേക്ക് ഒന്ന് കൊണ്ടുവരണം. മേഴ്സി കോളേജ് ജംഗ്ഷനിൽ പ്രസന്നലക്ഷ്മി കല്യാണ മണ്ഡപം, അതേമാതിരി പെട്രോൾ പമ്പ് സുബിക്സ്. പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഷോപ്പുണ്ട്, സ്ട്രീറ്റ് ഫുഡ്. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഹോംമേഡ് ഫുഡ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? നമ്മുടെ സ്പെഷ്യൽ ചട്ടിപ്പത്രി, ചിക്കൻ പെട്ടി, ക്രോസന്റ്, ഡോണറ്റ്, ഡൈ ബോർഡിലാണ് എല്ലാം ഉണ്ട്. വൈകുന്നേരം ഉണ്ടാകുക. അപ്പോഴും വൈകുന്നേരം വീട്ടിലുണ്ടാക്കുന്ന കഴിഞ്ഞു അല്ലത്. അതിന് ചട്ടിപ്പത്രി. ഇതിലെന്താ ചായ? നമ്മുടെ ഹെർബൽ ടീ. നമ്മുടെ കോൺസെപ്റ്റ് ഹോം മെയ്ഡ് സാധനങ്ങൾ ഇതാണ് നമ്മുടെ ഹെർബൽ ടീ. നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ആണത്. എല്ലാരും തണുപ്പാണ് കൊടുക്കാണ്. വീട് എവിടെയാണ്? അടുത്ത് തന്നെയാണ് അല്ലേ? ചട്ടിപ്പത്തിരി ഇതൊക്കെ കൊടുക്കും. കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹാപ്പി തന്നെ അവന്. പാട്ട് പാടിയാണ്. നല്ല പാട്ടാണ് അല്ലേ? അതാ അത് പോരാന്നാ പറയുന്നത്. അതാ അവനിക്ക് ഇഷ്ടപ്പെട്ടത് അതാണ് തോന്നുന്നുണ്ട് അല്ലേ? അതെ, അവകാശം അധികാരം ഒക്കെ കൂടുതൽ കാണിക്കുക. പരിചയമുള്ളതല്ലേ നമ്മള് സ്ഥിരം ഇതാണല്ലോ. അപ്പൊ ഓരോ നമുക്ക് അറിയാം. നല്ല കഴിക്കും. മാമയ്ക്ക് കഴിച്ച് നോക്കട്ടെ. അമ്മ എടുക്കട്ടെ ശരിക്കുട്ടാ? ഉമ്മാക്ക് തരുമോ? ഇല്ല, വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഇതൊന്നും എടുക്കാം. ഉമ്മാക്കൊരു വായതാ, ഉമ്മാക്കൊരു വായ തരുമോ? അത് അവനിക്കാണ് വേണ്ട. വേണ്ട, നോ നോ നോ, എനിക്കാ ഇത്. കുഞ്ഞത് കഴിച്ചോ? അപ്പൊ അതാ ഞാൻ കഴിക്കാൻ പോകണേ. നല്ല സൂപ്പർ ടേസ്റ്റ്, അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇത് ചിക്കൻ ചട്ടിപ്പത്രി, നമ്മുടെ ഹൈലൈറ്റ് ചിക്കൻ ചട്ടിപ്പത്രി. ചിക്കൻ ചട്ടിപ്പത്രിയും കട്ടൻ ചായ നമ്മുടെ ഹൈലൈറ്റ് ഇതാണ്. അതിനോടൊപ്പം തന്നെ ആ കട്ടൻ ചായയും ചട്ടിപ്പത്രിയും കഴിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തു പോകാൻ കിട്ടില്ല. ഇത് ചട്ടിപ്പത്രി അല്ലേ? ചിക്കൻ ചട്ടിപ്പത്രി. അതും ആ ഹെർബൽ ടീ കട്ടൻ ചായയും കൂടി അടിക്കുമ്പോഴൊരു കോമ്പിനേഷൻ ഉള്ളൂ. നമ്മുടെ മനസ്സില് ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുക, കൊടുക്കുക എന്നുള്ളൊരു ഇതാണ് എന്റെ മനസ്സിൽ. പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ സെറ്റ് ദിവസം നമ്മുടെ നടക്കാൻ മുമ്പ് വരും. പിന്നെ സിജുവിനെ പൈസ ഒന്നും വാങ്ങില്ല. അതാണ് അവർക്ക് അധികാരം കൂടുതൽ. അതെ, സിജുവിന്റെ വീഡിയോ കാണുന്നുണ്ടോ? സിജുവിന്റെ വീഡിയോ കാണുന്നുണ്ടോ? വീഡിയോ കാണുന്നവരാണ്. ഒന്ന് പാടുന്നോ? അവരൊരു ഫോട്ടോസ് എടുക്കാനുള്ള ധൃതിയിലാണ്. ഷിജുക്കുട്ടന്റെ ആരാധകരാണ്. അപ്പൊ അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ഷിജുക്കുട്ടൻ
ശിശുകുട്ടാ ചിരിക്കി ചിരിക്കി ഒരു ഫോട്ടോ വേണോ ശിശുവിന് വേണോ വേണം പറ വീട് എവിടെയാണ് പെരിന്തൽമണ്ണ ആ അതെ പഠിക്കാന് ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ അതെ പാർട്ട് ടൈം ജോബും അവരെ ഈ അപ്രീഷിയേറ്റ് ചെയ്യണം വർക്കൗട്ട് ചെയ്യുക അവരെ പേരെന്താണ് ഇഷാം വീട് മണ്ണാർക്കാട് തന്നെയാണ് അല്ലേ ഭയങ്കര സന്തോഷം കണ്ടതില് അവരൊക്കെയാണ് സ്ഥാപനത്തിൻ്റെ ആൾക്കാർ, ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് വീട്ടിലുണ്ടാക്കുന്ന ആൾക്കാർ. ഞാൻ ശുചിക്കുട്ടനൊക്കെ ഇവിടെ നടക്കാൻ വരുമ്പോഴൊക്കെ അധികം വന്ന് കഴിക്കും. അപ്പോൾ ശുചിക്കുട്ടനിക്ക് പൈസയൊന്നും അവർ വാങ്ങില്ല അധികം, ഞാൻ നിർബന്ധിച്ച് കൊടുത്താൽ. ശുചിക്കുട്ടനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ കഴിക്കാൻ. പറഞ്ഞാൽ ഇവർ അധികം മായമൊന്നുമില്ല, വീട്ടിലുണ്ടാക്കിയിട്ട് അവർ ഉപജീവന മാർഗമായിട്ട് തൊഴിലുമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫുഡുകളാണ്, നല്ലതായിട്ട് നല്ല ടേസ്റ്റും രുചിയും ഉള്ള നല്ല സാധനങ്ങളാണ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ശുചിക്കുട്ട സ്പീഡിലാ കഴിക്കല്. ശുചി മെല്ലെ കഴിക്കി കുട്ട. ഈ ഹെർബൽ ടീയിൽ എന്തൊക്കെ ചേർന്നിരിക്കണ? നമ്മുടേതായ ഒരു ഹെർബൽ കൂട്ടാണ്. എന്തൊക്കെ ചേർന്നിരിക്കണ? ചേർന്ന ഹെർബൽ കൂട്ട്, നമ്മുടേതായ ഒരു കൂട്ട്. ഇനി നമ്മുടെ റെസിപ്പിയാണ്. അതെ, ബ്ലെൻഡഡ് ചായ നമ്മൾ മെല്ലെ മെല്ലെ ഓരോ 1 by 1 ആയിട്ട് ചെയ്യാൻ നിൽക്കാണ്. ഈ സെറ്റ് ആക്കാണ്ട്. അപ്പൊ അവിടെ ഒരുപാട് നമ്മുടെ സംഭവങ്ങൾ, കേക്സുകള് ഒക്കെ ചൂടോടെ വരാനുള്ള ഇതുണ്ട്. അതാണ് എന്റെ ആഗ്രഹം. അടുത്ത ആള് വരട്ടെ. അല്ല, ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാ, ഇപ്പൊ ഹാപ്പി മൂഡാണ്. ഓരോ മൂഡിനനുസരിച്ച് ഒരു സ്വന്തം മാന്ത് കിട്ടി എനിക്ക്. അവന്റെ ആസ് യൂഷ്വൽ ആണ് അല്ല, മക്കളെ വളർത്തുമ്പോ നമ്മളെ ഏറ്റവും പ്ലസ് പോയിന്റ് അറിയോ, എല്ലാരും ഒരു കൂട്ടായ്മ. മാമ അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാതെ. എന്റെ അണ്ണയുടെ മോനൊക്കെ ഫോളോവേഴ്സാണ്. അപ്പൊ ശുചിക്കുട്ട അവിടെ കിട്ടി. ശുചിക്കുട്ട പിന്നെ അന്നേരം വണ്ടിയിൽ ശുചിക്കുട്ട ഇവിടെ നിൽക്കണ്ടപ്പോ ഓട്ടോറിക്ഷയില് കുട്ടികൾ പറഞ്ഞത്ര ശുചിക്കുട്ട നിൽക്കുന്നു, ശുചിക്കുട്ട നിൽക്കുന്നു, നിർത്തുമ്പോ അപ്പൊ അവർ തിരക്കിലായിരുന്നു. അങ്ങനെ ശുചിക്കുട്ടിന് ഒരുപാട് ആരാധകരുണ്ട് അല്ലേ ശുചിക്കുട്ട? പിന്നെ അവിടെ വെച്ചാ തൊഴിച്ചു കളയും. ശരിക്കൂടെ പോകണോ? കാറിലല്ല, ഇത് നടന്നിട്ട്. ശരി പോയിട്ട് വരാം. അപ്പൊ ഓക്കെ. ഇനി ശുചി എവിടേക്കാ പോണത്? ഇവിടെ ഒരു പുതിയൊരു കട ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അവിടേക്കും കൂടി പോകുകയാണ്. അപ്പോൾ ഇതാണ് സുബിക്സ് പാർക്ക്. ഇതിനും തൊട്ടുള്ള പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള കടയിലാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് 500 മീറ്ററാണ് ദൂരം ഇവിടേക്കുള്ളത്. ഇതാണ് സ്കൂൾ, സെൻട്രൽ ഓഫ് സ്കൂൾ. സെൻട്രൽ ഓഫ് സ്കൂൾ. ഈ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലങ്ങൾ. ഞങ്ങൾ എപ്പോഴും നടന്ന് വരികയാണ്. തിരുക്കുട്ടി ഞാൻ ഒരു 4 കിലോമീറ്റർ നടക്കും. മഴയുണ്ടെങ്കിൽ നടക്കില്ല, മഴയില്ലാത്തപ്പോഴൊക്കെ നടക്കും. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കട പുതിയത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് തിരുക്കുട്ടിന് ഞാനും കൂടി പോകുകയാണ് കഴിക്കാൻ. ഇതാണ് ചായ ലാബ് പറഞ്ഞ ഷോപ്പ്. അപ്പോൾ അവിടേക്ക് വന്നാണ്. മൊത്തം ട്രാഫിക്കൊക്കെ ഭയങ്കര ബ്ലോക്കും അതുമൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. വണ്ടികളൊക്കെ നിന്ന ശേഷം പോകാൻ പറ്റുള്ളൂ. നല്ല തിരക്കുണ്ട്. ഇതൊക്കെ തിരുക്കുട്ട വെയിറ്റ് ഇത് മെല്ലെ വപ്പുക. ഒരു മിനിറ്റ് വപ്പുക. തിരുക്കുട്ട അപ്പോൾ സുബിക്സ് പാർക്കിൻ്റെ അടുത്താണ് ചായ ലാബ് പറഞ്ഞ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഭയങ്കര തിരക്കാണ്.
നല്ല രുചികരമായ ഭക്ഷണങ്ങളൊക്കെ അവിടെ ഉണ്ട്, വ്യത്യസ്തമായ ടേസ്റ്റിലും. അപ്പൊ ഇവിടെ എന്തൊക്കെയുള്ളത്? ഇവിടെ അൽഫാമുണ്ട്, ഷവർമയുണ്ട്, വാഫിളുണ്ട്, പലതരം ജ്യൂസുകളുണ്ട്, മിൽക്ക് ഷേക്കുകളുണ്ട്, ചായ, അങ്ങനെ എല്ലാതരം ഫുഡ് ഐറ്റംസും ഉണ്ട് അവിടെ. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ കാണാനും നല്ല രസമാണ്. രാത്രി കാണാനൊക്കെ ദുബായിലൊക്കെ ഉള്ള മാതിരിയൊക്കെ കാണാൻ ചന്തത്തിലാണ് അവരൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഷവർമ്മയ്ക്ക് 150 രൂപ വിലയാണ്. പിന്നെ പാർക്കിങ്ങിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, റോഡിൽ തന്നെ നിർത്തണം. ബാക്കി എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. രാത്രിയാണ് കച്ചവടം, അതുകൊണ്ട് പിന്നെ പാർക്ക് ചെയ്യാനൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ അവിടെ നിറയെ ഫ്രൂട്ട്സും ജ്യൂസുകളൊക്കെ ഉണ്ട്. ഫ്രൂട്ട് ജ്യൂസ്, ഷെയ്ക്ക്, പലതരം ജ്യൂസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിക്കഴിക്കുക. അതേമാതിരി ചായയുണ്ട്, കട്ടൻ ചായ, സാദാ ചായ എല്ലാം ഉണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഇരുന്ന് കഴിക്കാൻ നല്ല ആംബിയൻസ് ആണ്, ലൈറ്റിങ്ങും അതൊക്കെ കാണാൻ നല്ല രസമാണ്. എത്ര 2 മണി വരെയല്ലേ? രാത്രി 2 മണി വരെ. അപ്പം നമ്മുടെ ഷിജുക്കുട്ടിന് അങ്ങനെ പറഞ്ഞാൽ ഈ ഷവർമ്മ ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവനിക്ക് പിന്നെ വേഗം പൊരിച്ചലാണ്, വേഗം കിട്ടണം. ബില്ല് ചെയ്യാൻ പോയാൽ തന്നെ അവൻ എന്നെ പിച്ചാനും നുള്ളാനൊക്കെ തുടങ്ങും. ബില്ലിനൊക്കെ അവിടെ ക്യൂ നിൽക്കണം. പക്ഷെ അവർ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് വേഗം ബില്ലൊക്കെ ചെയ്തു തരും. അതേമാതിരി ഷവർമ്മ ഉണ്ടാക്കി തരുന്നവനും എത്ര സീനിയറിറ്റി ലിസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾക്ക് തരും. അത് പറഞ്ഞാൽ ഇവനിവിടെ പ്രശ്നം ഉണ്ടാക്കണമൊക്കെ അവർക്ക് അറിയാം. അപ്പോൾ അതേമാതിരി അവനക്ക് ഇങ്ങനെ കഴിക്കാൻ പോണോടെയൊക്കെ മുൻഗണന കെട്ടിയിട്ട് എല്ലാവരും കൊടുക്കും. അല്ലെങ്കിൽ അവന് ബാക്കിയുള്ളവർക്ക് ഓർഡർ വെച്ച് കഴിഞ്ഞാൽ അവനെടുത്തിട്ട് വരും. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശിജിക്കുട്ടൻ്റെ ആരാധകരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു, കാണാൻ പറ്റി. ശിജിക്കുട്ടൻ അവിടെ പോയാൽ ശിജിക്കുട്ടൻ്റെ പിന്നാലെ ആൾക്കാർ നിൽക്കും. നിറയെ ആളുകൾ കാണും ശിജിക്കുട്ടനെ കൈ കൊടുക്കാൻ. അത് പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ശിജിക്കുട്ടനെ നിറയെ ആളുകൾ അറിയുന്നത് കൊണ്ട് അവനെയൊക്കെ നിറയെ കാണാൻ പറ്റും. അവർക്ക് യാദൃച്ഛികമായി സിജുവിനെ കാണുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. ഇവനെ കാണണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരും കാലങ്ങളായിട്ട് കുറേ കാലം ചെറുപ്പം മുതലേ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പിന്നെ സിജുക്കുട്ടനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ അർജൻറ്റില തിന്നുക, ടേസ്റ്റ് നോക്കി തിന്നൊന്നുമില്ല അവന്. വേഗം കഴിക്കുക, അതൊക്കെയാണ് പരിപാടി. എന്നിട്ട് എൻ്റെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വേഗം കഴിക്കണത്. നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഷവർമയൊക്കെ കഴിക്കാൻ. അപ്പോൾ അവരൊക്കെ കഴിച്ചു വന്നാലും ഞാൻ ഇത്തിരി കൊടുത്താണ്. നമ്മുടെ അടുത്ത് വരുമ്പോൾ കുട്ടികളല്ലേ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർമാർ, വീഡിയോ കാണുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്, അവർക്കും വലിയ സന്തോഷമാണ്. നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളുടെ മാതിരിയാണ് അവർ നമ്മളെ കാണുന്നത്. എന്താ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ എപ്പോഴും കണ്ട് നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെയും വെച്ച് കൂടുതൽ അവർക്ക് സ്നേഹമാണ് നമ്മളോട്. നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർ അവർ കാണിക്കുന്ന സ്നേഹങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും വലിയ മതിപ്പും സ്നേഹങ്ങളും ഒക്കെയാണ്. അതുപോലെ 1-2 പ്രാവശ്യം പോയപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായത്. അതെ, ഷിജുവിന് ഞാൻ ഇതിന് മുമ്പൊക്കെ ഇവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 1-2 പ്രാവശ്യം കൊണ്ടുപോയൊക്കെ വാങ്ങിക്കൊടുത്താണ്. അങ്ങനെ ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. ഇപ്പൊ ശുചിക്കുട്ടനെയും കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അവിടെ നടക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാവരും നടക്കാൻ ദിവസം ഞങ്ങൾ ഒരു മഴയില്ലെങ്കിൽ ഒരു 4 കിലോമീറ്റർ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ നടക്കാൻ പോകും. പോണവിടെയൊക്കെ കഴിക്കുന്ന സാധനങ്ങളും സ്ട്രീറ്റ് ഫുഡും അത് ചിക്കൻ കരിഞ്ഞ മണം ചുട്ട മണങ്ങളും ഇങ്ങനെ സ്മെല്ലടിച്ചുകൊണ്ടേയിരിക്കും. അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരിക്കൽ വാങ്ങിക്കൊടുത്താൽ പിന്നെ ഞാൻ റൂട്ട് മാറ്റും, വേറെ റൂട്ടിൽ പോകും. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ആ വഴിക്ക് പോകും. അല്ലെങ്കിൽ അവനെ അവിടെ എത്തിയ ഉടനെ ഈ വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത സ്ഥലത്തേക്ക് എന്നെ തള്ളിക്കൊണ്ടുപോകും. നമുക്ക് ദിവസം ഇത് കൊടുക്കുന്നതും കേടാണ്, അങ്ങനെ കൊടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ നിറയെ കടകൾ തുടങ്ങിയോണ്ടൊക്കെ നമ്മുടെ ബഡ്ജറ്റിലൊക്കെ എല്ലാവർക്കും ജീവിത ചെലവ് ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. സിജുവിനെ നടക്കാൻ കൊണ്ടുപോകണമെങ്കിൽ ഒരു 150 റുപ്യെങ്കിലും കുറഞ്ഞത് കയ്യിൽ പിടിച്ചിട്ട് പോകണം, എന്നാലും എന്തെങ്കിലും ഒരു കാര്യം നടക്കുള്ളൂ. ഇത് കൊല്ലംകോട്ടിലെ ആൾക്കാരാണ്. സിജുവിൻ്റെ വീഡിയോ ചെറുപ്പം മുതലേ കാണുന്ന ഫാമിലിയാണ്. കുട്ടികളും അമ്മമാരും എല്ലാവരും കാണും. അവരും പ്രതീക്ഷിക്കാണ്ട് ഇവിടെ കടയിൽ വന്നപ്പോൾ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഇങ്ങനെ പോണ സമയത്തൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ കാണും. അതെ, അവർക്ക് എന്തെന്നല്ലാത്തൊരു സന്തോഷമാണ്. നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് പറഞ്ഞ ശിജുക്കുട്ടനൊക്കെ ഇങ്ങനെ നമ്മുടെ പിറ്റേക്കാലം പല ആളുകളും ഉണ്ടാകുന്നുള്ളൊരു സന്തോഷം നമുക്കും ഉണ്ട്. നമ്മൾക്കൊരു മനസ്സിനൊരു വല്ലാത്തൊരു തൃപ്തി. അവരായിട്ട് സംസാരിക്കും. പിന്നെ ഇവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ നല്ല സൗകര്യങ്ങളാണ്. പല വിധത്തിലാണ് ഇവിടുത്തെ സ്റ്റേജുകളും ചെയറുകളും ആ റൗണ്ടും ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു പുറത്ത് വിദേശത്തിലൊക്കെ ഇങ്ങനെ ഉള്ള കടകളൊക്കെ നിറയുണ്ട്.
അപ്പോൾ അവിടെ പോയ മാതിരിയൊക്കെ നമുക്ക് തോന്നും. ഇപ്പൊ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്നും ഇവിടെ വന്ന് നോക്കും. ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരു സന്തോഷം പങ്കിട്ട് പോകാനൊക്കെ നല്ല രസമുണ്ട്. സുബിക്സ് പാർക്കിലൊക്കെ വന്ന് അവിടെയൊക്കെ കളിച്ച് പിന്നെ അതേമാതിരി ഇവിടെയൊക്കെ കഴിച്ച് അതേമാതിരി തൊട്ട് നമ്മുടെ താത്താൻ്റെ അവിടെ നല്ല ഹോം മെയ്ഡ് ഫുഡാണ്. അത് നല്ല ടേസ്റ്റാണ്, ഒരു കൃത്രിമവും ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള പിന്നെയും എല്ലാ കടക്കാരനെയും നമ്മൾ പോയി സഹായിക്കണം. ഇങ്ങനെ കടകൾ തുടങ്ങുന്ന അവിടെ ചെറുതും വലുതുമായി എല്ലാ കടക്കാരൻ്റെ അടുത്തും പോയി നമ്മൾ കഴിക്കണം. വലിയവൻ്റെ അടുത്ത് മാത്രം പോയതുകൊണ്ട് കാര്യമായില്ല. എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഓരോ തൊഴിൽ പണ്ടൊക്കെ ചെയ്യണ്. അപ്പം നമ്മൾ എല്ലാവിടെയും പോകണം. പിന്നെ ഇവിടുത്തെ കുട്ടികളാണ് മേപ്പറമ്പിലെ, അവർ ബാളുകളിയൊക്കെ ആയിട്ട് വന്ന് അവരും പറയും ഞങ്ങൾ ബാളുകളിയും ഇപ്പോൾ കഴിക്കലും ഞങ്ങൾക്കും പൈസ കൂടിയെന്നാണ്, ചിലവ് കൂടിയെന്നാണ് അവർ പറഞ്ഞത്. ഓരോരോടെ തുടങ്ങുമ്പോൾ അവിടെയൊക്കെ പോയി കഴിക്കേണ്ടത് ഇങ്ങനെ മണം മൂക്കിക്ക് കയറിയല്ലേ നടന്നു പോകുമ്പോൾ. സിജുവിനെ കൊണ്ട് ഇപ്പോൾ ഞാനാണ് ബുദ്ധിമുട്ടിയിരിക്കുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി സ്ട്രീറ്റ് ഫുഡുകളും ഇങ്ങനെയുള്ള ഷോപ്പുകൾ കാരണം. ഞാനപ്പോൾ എല്ലാ റൂട്ടും മാറി പോകും ഓരോ ദിവസം. ഇപ്പൊ അത് കാരണം ഈ കോളനികളിൽ കൂടെ നടക്കണം. അവിടെ ആകുമ്പോൾ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടായില്ലല്ലോ. പക്ഷെ ഇതുണ്ട് ഇവിടെയൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നെ സ്റ്റേജ് മാതിരിയുള്ളതൊക്കെ ഉണ്ട്. സിനിമാക്കാരി കുട്ടിയാണിത്. സിനിമയിലെ 3-4 സിനിമകളിൽ ഇവിടെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ നൂറിനി തന്നെയാണ്. നൂറിനി രുക്മിണി ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. ഇപ്പോൾ കുണ്ടലപുരാണം ഇന്ദ്രൻസിൻ്റെ മകളായിട്ട് പിന്നെ ഡാൻസർ വിനോദിൻ്റെ മകളായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശുചിക്കുട്ടിനെ നീ വലുതായി കഴിഞ്ഞാൽ സിനിമയിൽ എന്തെങ്കിലും ഒരു സീൻ കൊടുക്കണം, ഫുഡ് കഴിക്കുന്ന സീനാണെങ്കിലും ഒന്ന് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ സന്തോഷത്തോടെ ശരിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾക്ക് ഇതിൻ്റെ സൗണ്ടൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാം എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താ പറഞ്ഞാൽ കോപ്പി റൈറ്റ് വരും. അവിടെ പാട്ടുകളും സിനിമാ പാട്ടൊക്കെ അവിടെ മ്യൂസിക് എല്ലാം ഉണ്ട്. ഹോട്ടലാണല്ലോ, അപ്പോൾ മ്യൂസിക് വന്ന് നമുക്ക് കോപ്പി റൈറ്റ് ഒക്കെ വരും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമുക്ക് അവിടെയുള്ള സൗണ്ടൊന്നും വെക്കാൻ പറ്റാണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ ബർഗറൊക്കെ വിൽക്കുന്ന ഒരു ചായയൊക്കെ വിൽക്കുന്ന ചെറിയൊരു കടയായിരുന്നു. ഒരു കച്ചവടമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലൊരു കച്ചവടം ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അവർ നല്ല ഡിസൈനിൽ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ഡിസൈനിലൊക്കെ ചെയ്ത് നല്ല രീതിയിലായപ്പോൾ നല്ല തിരക്കായി, കാണാനും നല്ല ഭംഗിയുണ്ട്. ദൂരത്തുനിന്നൊക്കെ ആളുകളൊക്കെയാണ് ഇവിടെ കഴിക്കാൻ പറ്റുന്നത്. ഒപ്പം റോട്ടിലും നല്ല തിരക്കായിട്ടുണ്ട്. രാത്രിയൊക്കെ ഇതാ കുട്ടികൾക്ക് ഇവിടെ ഇങ്ങനെ ഡാൻസ് കളിക്കുക, പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഡാൻസ് കളിക്കുക, അതേമാതിരി ബർത്ത്ഡേ പ്രോഗ്രാം, അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇവിടെ നടത്താൻ പറ്റും. നമുക്ക് അതിനുള്ള സീറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് കുറേ ആളുകളിനെ ഇരുത്തി അങ്ങനെ ബർത്ത്ഡേ കേക്ക് മുറിക്കൽ, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ ശുചിക്കുട്ടൻ്റെ ആരാധകരുടെ സബ്സ്ക്രൈബർമാരിൻ്റെ ഒക്കെ ഒരേ തിരക്കാണ്. പിന്നെ അവരിതാ പോയ്ക്കണൊക്കെ ഉണ്ട് മണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അവർ നല്ല വൃത്തിയിൽ തന്നെയാണ് നന്നായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ സ്റ്റേജ് ഉണ്ട്, സ്റ്റേജ് പ്രോഗ്രാം നടത്താൻ. സ്റ്റേജിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് കഴിക്കുക, അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുക, എല്ലാം ഒരു നല്ല ടൈം പാസിന് പറ്റിയ സ്ഥലമാണ്. സുബിക്സ് പാർക്കിലും വന്ന് ഈ പാർക്കിൽ ഇവിടെയും വന്ന് ചായയും കുടിച്ചാൽ നല്ല ഉഷാറായി. അപ്പോൾ വലിയ വലിയ കടകൾ വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കടക്കാരിൽ നിന്ന് മറക്കാൻ പറ്റില്ല. നമ്മൾ അവിടെയും പോയി കഴിക്കണം. എല്ലാവരും ഉപജീവന മാർഗത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബജ്ജി വടയൊക്കെ ഉണ്ടാക്കിയിട്ട് വിറ്റിട്ടും ചായ വിറ്റിട്ടൊക്കെ അവർ ഒരുപാട് സമ്പാദിക്കാനും ഉണ്ടാക്കി കൂട്ടാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യണമല്ല, ജീവിക്കാൻ വേണ്ടി ചെയ്യണതാണ്. ഇപ്പോൾ പുതിയ കട വന്നു പറഞ്ഞാൽ നമ്മൾ പഴയ കടക്കാരനെയും ചെറിയ ചെറിയ കടക്കാരനെയും മറക്കാൻ പറ്റില്ല. അവരിനെയും സപ്പോർട്ട് ചെയ്യണം, ഇവരിനെയും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.